മുഖ്യമന്ത്രി പോരിലെ മാരത്തൺ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന് സാധ്യതയേറുന്നു. കെ.സി. വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെച്ച് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാട് വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം 2 മണിക്കൂർ പിന്നിട്ടു. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ AICC നേതാക്കൾ പ്രത്യേകം കാണുകയാണ്. ഡൽഹി രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ നിന്നുള്ള നിർണായക തീരുമാനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ബൽറാം നെടുങ്ങാടി, വിനിത വിജി, ശ്രീ തലക്സ്രാം മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക് ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ലേശം കുറയ്ക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. ബൽറാം, അവിടെ മണിക്കൂർ 2 കഴിഞ്ഞും ചർച്ചകൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്, പക്ഷേ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. CM പദവിയില്ലെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല എന്ന് വി.ഡി. സതീശൻ അടമൻ നിലപാട് പറയുന്നുണ്ട്. സീനിയോറിറ്റി പരിഗണിച്ചേ മതിയാവുമെന്ന് രമേശ് ചെന്നിത്തല അടമന്റായി നിൽക്കുന്നുണ്ട്. അതേസമയം ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ വെച്ചിട്ട് ഹൈക്കമാൻഡ് കേസിക്കായി ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ എന്താണ് ചർച്ചയുടെ ഏറ്റവും പുതിയ വിവരം? എപ്പോൾ പ്രഖ്യാപനമുണ്ടാകും ബൽറാം? ഹാഷ്മി, 2 മണിക്കൂർ ഈ ചർച്ചകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച അത് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ആദ്യ 1.5 മണിക്കൂർ അത് 4 നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നത്. രാജാജി മാർഗിലെ 10ാം നമ്പർ വസതി, മല്ലികാർജുൻ ഖാർഗെയുടെ വസതി ഈ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ വി.ഡി. സതീശൻ അതിവൈകാരികമായി തന്നെയാണ് തൻ്റെ പ്രതിഷേധം വി.ഡി. സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത ഈ ഒരു യോഗത്തിൽ. എന്നാൽ കെ.സി. വേണുഗോപാലിൻ്റെ പേര് മുന്നോട്ട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഉള്ള തൻ്റെ ഒരു പ്രതിഷേധം അത് വൈകാരികമായി തന്നെ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ വി.ഡി. സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം അറിയിച്ചത് 2021 തന്നെ പ്രതിപക്ഷ നേതാവായി നിയോഗിച്ചു. ആ ഒരു തീരുമാനത്തോട് 100% താൻ നീതി പുലർത്തി തൻ്റെ കഴിവിൻ്റെ പരമാവധി ആ ഹൈക്കമാൻഡ് ഏൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി നിർവഹിക്കാൻ ശ്രമിച്ചു. അതിൽ താൻ വലിയൊരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെയാണ് സ്വയം വിലയിരുത്തുന്നത്. ഇനി ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ താൻ തയ്യാറാണ്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കാൻ. ഒപ്പം തന്നെ ഈ താൻ കെ.സി. വേണുഗോപാലാണ് അല്ലെങ്കിൽ താനല്ല മുഖ്യമന്ത്രി എങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അത് പരോക്ഷമായി തന്നെ ഹൈക്കമാൻഡിലെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാം, തനിക്ക് മന്ത്രിസഭയിലേക്ക് വരാൻ പോലും നിർബന്ധമില്ല, ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം വൈകാരികമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല തൻ്റെ സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ ഈ ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 2021 അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന മുതിർന്ന നേതാവായ തന്നെ അവിടെ മാറി നിൽക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടപ്പോൾ ഒരക്ഷരം മിണ്ടാതെ അത് അനുസരിച്ച പാരമ്പര്യമാണ് തനിക്കുള്ളത്. പല ഇടങ്ങളിലും സീനിയോറിറ്റി ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ നേതാവിനെ തീരുമാനിക്കാൻ മാനദണ്ഡമായി ഹൈക്കമാൻഡ് കാണാറുള്ളത്. താൻ എന്നാൽ ഹൈക്കമാൻഡിനെ പൂർണ്ണമായും അനുസരിച്ച് അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി താൻ എക്കാലവും നിലകൊണ്ടിട്ടുണ്ട്. ഒപ്പം ഹൈക്കമാൻഡിനൊപ്പം തന്നെയാണ് താൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എക്കാലവും നിന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിന് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഘടകകക്ഷികളുടെ പിന്തുണയും മറ്റ് സംഘടനകളുടെ പിന്തുണ ഉൾപ്പെടെയുള്ളവ അദ്ദേഹത്തിന് അനുകൂലമാണ്. MLA-മാരിലെ ഒരു വിഭാഗവും അദ്ദേഹത്തിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിൻ്റെ പേര് ഈ ഒരു യോഗത്തിന് മുന്നിലേക്ക് നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും അതിലുള്ള എതിർപ്പ് ഉൾപ്പെടുന്ന നിലപാടാണ് ഇപ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഈ യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് ശേഷം വീണ്ടും തുടർ ചർച്ചകൾ നടത്തി ഒരു സമവായ ഫോർമുല ഹൈക്കമാൻഡ് അവതരിപ്പിക്കും. അതിലും തീരുമാനമായിട്ടില്ല എങ്കിൽ സോണിയാഗാന്ധിയുടെ കൈകളിലേക്ക് ചർച്ചകൾ എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇപ്പോഴും ആ ചർച്ചകൾ 2 മണിക്കൂർ പിന്നിട്ടും
ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ. എന്തായാലും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക, പ്രഖ്യാപനം ഇന്ന് തന്നെ നടത്തുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. അതിനായി എന്ത് ഫോർമുലയായിരിക്കും അന്തിമമായി ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക, ഈ 3 നേതാക്കൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് ഫോർമുലയാണ് നിലവിലുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ച് ചില ഫോർമുലകൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ നേതാക്കൾ ഇത് എത്രത്തോളം അംഗീകരിക്കും, വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അദ്ദേഹവും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നീട് മന്ത്രിസഭയിലേക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് അദ്ദേഹവും കൈക്കൊള്ളുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. മറ്റ് ഏത് പദവി കൊണ്ട് ഇവരെ അന്വയിപ്പിക്കാൻ കഴിയും എന്നുള്ളതെല്ലാം തന്നെ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല. ഈ ചർച്ചകളിലാണ് ആ ഒരു ഫോർമുല ഉരുത്തിരിയേണ്ടത്. അത് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ കേരളത്തിൽ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഉയരുന്ന ജനവികാരം, അത് ഘടകകക്ഷികളുടേതടക്കമുള്ള പിന്തുണ, അക്കാര്യത്തെ പൂർണ്ണമായും അവഗണിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. പ്രിയങ്ക ഗാന്ധി തന്നെ മുസ്ലിം ലീഗിന്റെ തീരുമാനം അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും അന്തിമമായി ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാവുക. അത് തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവരും അടമനായി നിൽക്കുന്നതാണ്. കെ സി വേണുഗോപാൽ പിന്നോട്ടില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പദവി അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷനിലും സ്വീകാരനല്ല എന്ന് വി ഡി പറയുന്നു. ആർ സിയും അത് തന്നെ പറഞ്ഞു. 3 പേരും അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ മണിക്കൂർ 2 ആവുന്നുണ്ട്. ഒറ്റയ്ക്കും കൂട്ടമായും അല്ലാതെയും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ 3 നേതാക്കളും അവരവരുടെ നിലപാട് അടമൻ്റായി നിൽക്കുമ്പോൾ എത്ര മണിക്കൂർ സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇതിൽ? ഹാഷ്മി, ഈ കേന്ദ്ര നിരീക്ഷകർ, ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തിയിരുന്നല്ലോ. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും. അവർ വന്നു, എംഎൽഎമാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുപോയി. ആ ചിത്രം ഓരോ എംഎൽഎ ആർക്കൊപ്പമാണ് എന്നത് സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ആ ലിസ്റ്റ് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരുന്ന ആ പട്ടികയുടെ ചിത്രം അത് പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ തന്നെ ഉദുമ എംഎൽഎ കെ നീലകണ്ഠന്റെ അഭിപ്രായം ആർക്കൊപ്പം എന്നത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹം വി ഡി സതീശനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വി ഡി ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അത്തരം ഒരു പേര് കൃത്യമായി അപ്പോൾ അതിൽ ഒരു അട്ടിമറി നീക്കം അപ്പോൾ മുതൽ തന്നെ വി ഡി ക്യാമ്പ് സംശയിക്കുന്നുണ്ട്. ഈ കേന്ദ്ര നിരീക്ഷകർ ഒരു നിർണായക ഘടകമാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് നിരീക്ഷകരായി എത്തുന്നവരുടെ അഭിപ്രായം പലപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നതിൽ പരിഗണനയ്ക്ക് എടുക്കാറുണ്ട്. അത് 2011 രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉന്നയിക്കുന്ന സീനിയോറിറ്റി വിഷയമുണ്ടല്ലോ. സീനിയോറിറ്റി വിഷയങ്ങൾ 2011 ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്ന നിലയിൽ സംസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, 2 ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ നിലയിൽ വലിയ ചർച്ചകൾ സജീവമായിരുന്നത്. പക്ഷേ അന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായി കേരളത്തിലെത്തിയിരുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ അന്തരിച്ച മോഹ്സിന കിദ്വായിയും മധുസൂദൻ മിസ്ട്രിയുമായിരുന്നു. അന്ന് അവർ കേരളത്തിൽ വന്ന് എംഎൽഎമാരുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ ഭൂരിപക്ഷം പേരും ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പിന്നെ വലിയ ക്ലെയിം, അതൊരു മത്സരം എന്ന നിലയിലേക്കൊന്നും പോയില്ല. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായി എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് 2016 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കാണ് ഈ വിഷയം വന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതിനെ തുടർന്ന് രമേശ് ചെന്നിത്തല എന്ന ഒറ്റ പേരിലേക്ക് അന്ന് പോവുകയും ചെയ്തു. 2016 നിരീക്ഷകരായി എത്തിയത്, 2021 പിന്നീട് നിരീക്ഷകരായി എത്തിയത് മല്ലികാർജ്ജുൻ ഖർഗെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഖർഗെയും അതോടൊപ്പം തന്നെ ദിനേശ് ഗുണ്ടുറാവും കർണാടകയിൽ നിന്നുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹവുമാണ് കേരളത്തിൽ 2021 നിരീക്ഷകരായി എത്തിയത്. അന്ന് നിരീക്ഷകരായി എത്തിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എംഎൽഎമാർക്ക് പറയാൻ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷത്തെ നയിച്ച ആളെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് പറയാനുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ തന്നെ അങ്ങോട്ട് ഇത്തവണ വി ഡി സതീശൻ തന്നെ എന്ന് എംഎൽഎമാർക്ക് മുന്നിൽ ഒരു പേര് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ നിലയിൽ കേന്ദ്ര നിരീക്ഷകരുടെ ഇടപെടലുകൾ പലപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനം എന്താണോ അതിലെ കാര്യങ്ങളെത്തും. പക്ഷേ ഹൈക്കമാൻഡ് വിവിധ ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കെ സി വേണുഗോപാലിന്റെ പേരാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നേതാക്കൾക്ക് മുന്നിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.